സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ ഞെക്കിക്കൊല്ലും. രണ്ടായിരം കൊലപാതകം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. നമ്മുടെ സ്വന്തം എന്തൊക്കെയാ പറയുന്ന ലേഡി സൂപ്പർ സ്റ്റാർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിപൊളി. ഞാനിവിടെ കോഴിക്കോട് കല്ലാച്ചി അല്ലേ? അതെ, കറക്റ്റ്. അവിടെ നമ്മുടെ ഐറ എന്ന് പറയുന്ന ഒരു ഫാൻസി ഷോപ്പിന്റെ ഇനോഗ്രേഷൻ വന്നാണ്. ഭയങ്കര സന്തോഷം. അപ്പൊ നമ്മുടെ രേണു സുധി നമ്മുടെ കല്ലാച്ചിയിലെ ഐറയുടെ ഷോപ്പിൽ ഉദ്ഘാടനത്തിന് വന്നതായിരുന്നു. അതെ. അപ്പം വളരെ യാദൃശികമായിട്ട് ഞാനും ഇന്ന് അവിടെ ഒരു ഗസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങള് കണ്ടുമുട്ടി. ഒരുപാട് വർഷത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയമാണ്. ഇത് നേരിട്ട് കാണുകയായിരുന്നു. അതിനുശേഷം ദുബൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് യാദൃശികമായിട്ട് വരാൻ പറ്റിയില്ല. അപ്പൊ അന്ന് കാണാൻ പറ്റിയില്ല. അന്ന് രേണു സുധി ഇറങ്ങിയ പിറ്റേ ദിവസം തന്നെ ഞാൻ അങ്ങോട്ട് കയറി കൈലാഷിന്റെ നമ്മുടെ സ്റ്റാറായ കൈലാഷിനും ഞാൻ ഒന്നിച്ച് അവിടെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഞങ്ങളുടെ നാദാപുരത്തുകാരുടെ സ്നേഹം എങ്ങനെയുണ്ടായിരുന്നു പറയൂ? കല്ലാച്ചിക്കാരുടെ സ്നേഹം എങ്ങനെയുണ്ടായിരുന്നു പറയൂ? അടിപൊളി, നല്ല സ്നേഹമാണ്. ഞാൻ എപ്പോഴും പറയാനുള്ള കണ്ണൂര്, കോഴിക്കോട് ഇവര് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ ഞെക്കിക്കൊല്ലും. രണ്ടായിരം കൊലപാതകം. അപ്പൊ എന്തായാലും നമ്മുടെ കല്ലാച്ചി നാദാപുരം അല്ലെ, നാദാപുരത്തുകാരുടെ മണ്ണിലേക്ക് രേണു സുധി ഇത് ആദ്യമായിട്ടാണോ നാദാപുരത്ത്? ആദ്യമായിട്ടാണ്. അതെ. അപ്പൊ നാദാപുരത്ത് ആദ്യമായിട്ടാണ് രേണു സുധി ഈ ഒരു പ്രോഗ്രാമിന് വരുന്നത്. അപ്പൊ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വളരെ ഭംഗിയായി. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപക്ഷെ രേണു സുധി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറയാൻ വെച്ചാല് കപ്പ് രേണു സുധിക്കായിരുന്നു. എന്തായിരുന്നു അതിന്റെ അഭിപ്രായം? ഒരുപാട് പേര് സ്നേഹിച്ചില്ല അല്ലെ? പറയുന്നുണ്ടല്ലേ അല്ലെ? ഒരുപാട് പേര് പിന്നെ എന്താ പറയണ്ടത്, ഒരുപാട്, അതായത് ബിഗ് ബോസിന് അങ്ങനെയൊന്നുമില്ല. കാരണം ഞാനിവിടെ വോക്കൗട്ട് ആയിട്ട് വന്ന ഒരാളല്ലേ, നമ്മൾ അങ്ങനെ പറയുന്നു. അല്ല, എന്നാലും നമുക്ക് ആളുകളുടെ സ്നേഹം കാണുമ്പോ ആളുകളുടെ സ്നേഹം സത്യം പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു. വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി സന്തോഷം. നമ്മളെത്ര സ്നേഹിക്കുന്നവരുണ്ടല്ലോ. തീർച്ചയായിട്ടും ഒരുപാട് പേര് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതിനകത്ത് നീ കുറച്ച് പേരാണ് ഫേക്ക് ഐ ഡി നീ തെറി വിളിക്കാനും അനാവശ്യം പറയാൻ. അപ്പൊ ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, രേണു സുധിനെ ഒരുപാട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം അല്ലെ ശരിക്കും ഒരു ബിഗ് ബോസ് താരം തന്നെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത് അല്ലെ? ബിഗ് ബോസിൽ എങ്ങനെയാലും ഒരു എൻട്രി കിട്ടിയാൽ തന്നെ ബിഗ് ബോസ് താരമാണ്. അതിലുപരി എത്രയോ ദിവസങ്ങൾ അവിടെ നിൽക്കുകയും എന്താ പറയുക നന്നായിട്ട് മത്സരിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇറങ്ങി വന്നത്. അല്ലല്ല. അപ്പം ഒരുപാട് എന്താ പറയണ്ടേ, ഇപ്പം നമുക്ക് ഒരുപാട് പ്രോഗ്രാംസുകളൊക്കെ അല്ലെ, ഇഷ്ടംപോലെ പ്രോഗ്രാംസുകളൊക്കെ വരുന്നുണ്ടല്ലേ, ഉദ്ഘാടനം തന്നെയാണല്ലേ. അപ്പൊ ഇനി പ്രമോഷൻ സിനിമ വന്നു. ഓക്കെ. അപ്പൊ ഒരുപാട് നല്ലൊരു ലെവലിലേക്ക് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അനുജത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ ദുബായിൽ എന്തൊരു പ്രോഗ്രാംസ് ഉണ്ട്? ദുബായില് റോസസ് ഡ്യൂവിന്റെ പുതിയ ബ്രാഞ്ച് ദേരയില് സ്മിത ചേച്ചിയുടെ അതെ എന്റെ സ്മിത ചേച്ചിയുടെ. അപ്പൊ അതിന്റെ ഗ്രാൻഡ് ഓപ്പണിങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഉടനെ എന്ത് ചെയ്യാണ്, ദുബായിലേക്ക് പോവുകയാണ്. മ്യൂസിക് നൈറ്റ് ആണെന്ന് തോന്നുന്നു. എന്റെ പ്രിയപ്പെട്ട ചങ്ക് ബ്രോ ബെൻസറിക്കയുടെ ഷോയിലേക്ക് ഇപ്പം രേണു സുധി വരാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തത് ദുബായിൽ വെച്ചിട്ട് കാണാം. സോ ഹാവ് എ ഗുഡ് ഡേ. പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് എന്റെ എല്ലാവിധ ആശംസകളും, സൂര്യ മീഡിയയുടെ എല്ലാവിധ ആശംസകളും. സോ ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.